പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASN +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 35ാമത്തെ ചാപ്റ്ററായ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സുകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിന്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് യാത്ര. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. 60%ത്തിൽപ്പെട്ട ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ ഓപ്ഷണൽ മൊഡ്യൂളില് ബി എന്ന് പറയുന്ന സെക്ഷൻ വരുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ ബ്യൂറോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവും സ്ഥിര ഉദ്യോഗസ്ഥ വിഭാഗവുമാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടായിരിക്കില്ല. സെക്ഷൻ എ എന്ന് പറയുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കുന്നില്ല. മറ്റുള്ള സെക്ഷനിലേക്ക് ആവശ്യമായ 2 മാർക്കും 4 മാർക്കും 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഗൈഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൈഡിൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്കും പ്രാക്ടീസ് അങ്ങനെ തന്നെ. ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 8 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ബ്യൂറോക്രസി? ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ? ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അധീനമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക. രാഷ്ട്രീയത്തിന് അധീനമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നിയമിക്കപ്പെട്ട രാഷ്ട്രത്തിന് അധീനമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഭരണാധികാരം വകുപ്പ് തലങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥരുടെ സർക്കാരാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിദഗ്ധരായ ഒരു കൂട്ടം സിവിൽ ഭരണകർത്താക്കൾ നിഷ്പക്ഷമായി രാജ്യഭരണം നടത്തുന്ന രീതിയാണ്. ഓഫീസിലോ ഫീൽഡിലോ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ബ്യൂറോക്രസിയുടെ ഭാഗമായി പരിഗണിക്കപ്പെടുന്നു. അത് ഉയർന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരുണ്ട്. ഏത് രീതിയിലുള്ള ഭരണകൂടത്തിലും ബ്യൂറോക്രസി നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. തട്ടുകളായി തിരിക്കപ്പെട്ടുള്ള ഈ സമ്പ്രദായത്തിൽ ഓരോ തട്ടും അടുത്ത തട്ടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓരോ ബ്യൂറോക്രാറ്റും വിവേകശാലിയും നല്ല ഭരണകർത്താവും ആയിരിക്കുമെന്ന് കരുതുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ കൈകളിൽ അധികാരം കേന്ദ്രീകരിച്ചിരുന്ന ഭരണക്രമമാണ് ബ്യൂറോക്രസി എന്ന് H.J. ലാസ്കി നിർവചിച്ചിട്ടുണ്ട്. മാക്സ് വെബറുടെ അഭിപ്രായത്തിൽ വൈദഗ്ധ്യവും നിഷ്പക്ഷവും ഉള്ളതും മനുഷ്യത്വമില്ലായ ഒരു ഭരണരീതിയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി? ആണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്ന് പറയുന്നത് പ്രത്യേക വൈദഗ്ധ്യമാണ്. നൽകപ്പെട്ട ചുമതലകളിൽ ഓരോ ബ്യൂറോക്രാറ്റും പ്രത്യേക വൈദഗ്ധ്യമുള്ളവനായിരുന്നു. ഈ മേഖലയിൽ വൈദഗ്ധ്യം ഇല്ലെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ആർജിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ജോലിയിലുള്ള ഈ വൈദഗ്ധ്യം കാര്യക്ഷമമായി പെട്ടെന്ന് ജോലി പൂർത്തിയാക്കാൻ അയാളെ പ്രാപ്തരാക്കുന്നത്. രണ്ടാമതാണ് ചുമതല വിഭജനമാണ്, ഡിവിഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. വ്യക്തമായ ഉത്തരവാദിത്വം നൽകുന്നതിന് മുഴുവൻ ജോലിയും വിവിധ തലങ്ങളോ വകുപ്പുകളോ വിഭജിക്കപ്പെട്ടിരിക്കും. ഓരോ വിഭാഗത്തിനും ഏതെങ്കിലും സവിശേഷ ധർമ്മം നിർവഹിക്കാനുണ്ടാവും. 3 പറയുന്ന ശ്രേണീക്രമമാണ്, ഹയറാർക്കിയാണ്. മൊത്തം ഭരണ സംവിധാനം വിവിധ തട്ടുകളായി സംവിധാനം ചെയ്തിരിക്കുന്നു. ഈ സംവിധാനത്തിൽ ഓഫീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കോണിപ്പടികളുടെ രീതിയിലാണ്. താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥരോട് ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. 4 യോഗ്യത അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. സിവിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്. നിർദ്ദിഷ്ട യോഗ്യവും വൈദഗ്ധ്യമുള്ളവരാണ് ഓരോ പദവിയും നിയമിക്കുന്നത്. 5 ചട്ടങ്ങൾക്ക് അനുസൃതമായ ജോലിയാണ്. ഓരോ ബ്യൂറോക്രാറ്റ് ചട്ടങ്ങൾ അറിയുന്നവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കും. അയാൾ നിയമങ്ങൾ നിഷ്പക്ഷമായിരിക്കും എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് ബ്യൂറോക്രസിയുടെ പെരുമാറ്റ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം എന്നുള്ളതാണ്. യുക്തിക്ക് നിരക്കുന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ബ്യൂറോക്രസി. യുക്തിക്ക് നിരക്കാത്ത ഒന്നും ബ്യൂറോക്രസിയിലില്ല.
2 വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്നതാണ്. വ്യക്തിബന്ധങ്ങൾക്ക് ഒരു സ്ഥാനമില്ലാത്ത ഭരണ സംവിധാനമാണ് ബ്യൂറോക്രസി. ഔദ്യോഗിക പ്രവർത്തനങ്ങളെ വ്യക്തിബന്ധങ്ങൾക്ക് സ്വാധീനിക്കാനാവില്ല. ബ്യൂറോക്രസി ഒരു യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. 3 ചട്ടങ്ങൾക്ക് വിധേയമാണ്. വ്യക്തമായ ചട്ടങ്ങൾക്ക് വിധേയമായാണ് ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ചട്ടങ്ങൾ കൃത്യമായും പാലിച്ചിരിക്കണം. 4 നിഷ്പക്ഷതയാണ്. ഓരോ രാഷ്ട്രീയ സിദ്ധാന്തത്തോടും വിധേയമില്ലാതെ ജോലിയോട് മാത്രം വിധേയത്വമുള്ള ഭരണ സംവിധാനമാണ് ബ്യൂറോക്രസി. പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെയും സേവിക്കുന്നത് ബ്യൂറോക്രസിയുടെ ചുമതലയാണ്. 5 രാഷ്ട്രീയവും സ്ഥിരവുമായ എക്സിക്യൂട്ടീവ് തമ്മിലുള്ള ബന്ധം. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ കാലാകാലങ്ങളിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ ഔദ്യോഗിക കാലാവധി നിയമസഭാംഗങ്ങളുടെ പിന്തുണയായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവുകൾ പെൻഷൻ പ്രായം വരെ സ്ഥിരമായി ഔദ്യോഗിക പദവികൾ തുടരുന്നുണ്ട്. 3ാമത്തെ ചോദ്യം, വാട്ട് ഈസ് കമ്മിറ്റഡ് ബ്യൂറോക്രസി? പ്രതിബന്ധമായ ബ്യൂറോക്രസി എന്നാൽ എന്താണ്? സർവാധിപത്യ രാജ്യങ്ങളിൽ, അത് ഫാസിസ്റ്റ് ഭരണമായാലും മാർക്സിസ്റ്റ് ഭരണമായാലും, ഉദ്യോഗസ്ഥ വർഗത്തിന് ഭരണകക്ഷിയുടെ തത്വശാസ്ത്രത്തോടായിരിക്കും പ്രതിബന്ധം. നയങ്ങളോടും പരിപാടികളോടും ഉള്ളതുപോലെ പാർട്ടിയെയും പ്രതിബന്ധം ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് പ്രതിബദ്ധതയുള്ള ബ്യൂറോക്രസി എന്ന ആശയം ഗൗരവപൂർവ്വം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ബ്യൂറോക്രസി ഇൻ ഡെവലപ്മെന്റ്. വികസന ലക്ഷ്യത്തോടുള്ള ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടാണ്. മാറ്റങ്ങളോടും ഫലപ്രാപ്തിയോടും ജനങ്ങളോടുള്ള പ്രതിജ്ഞാബദ്ധമാണ് ബ്യൂറോക്രസിയുടെ പ്രത്യേകത. രാഷ്ട്ര വികസനത്തിനുള്ള ഒരു ഉപാധിയാണ് അത്. വികസനത്തിനുള്ള ഭരണ സംവിധാനത്തിലുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ താഴെ പറയുന്നവയാണ്. ബ്യൂറോക്രസിയുടെ വികസനത്തിലുണ്ടായിരിക്കേണ്ട പ്രത്യേകത മാറ്റത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമാണെന്നതാണ്. സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനുള്ള പ്രതിജ്ഞാബദ്ധയാണ് വികസനത്തിനു വേണ്ടിയുള്ള ഭരണത്തിലുണ്ടായിരിക്കേണ്ട സവിശേഷത. ബ്യൂറോക്രസി സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിനായുള്ള സംവിധാനമാണ്. 2ാമത് പറയുന്ന ഫലപ്രാപ്തിയോടുള്ള പ്രതിജ്ഞാബദ്ധതയാണ്. സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നടപ്പാക്കുന്നതിന് ബ്യൂറോക്രസി പ്രതിജ്ഞാബദ്ധമാണ്. വികസനത്തിനുള്ള ഭരണം ഫലപ്രാപ്തിയോട് പ്രതിജ്ഞാബദ്ധമായിരിക്കാം. പ്രതിശീർഷ വരുമാനത്തിന്റെ വളർച്ച, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉൽപാദന പ്രക്രിയയുമായും ബ്യൂറോക്രസി ബന്ധപ്പെട്ടിട്ടുണ്ട്. അടുത്ത പ്രതിജ്ഞാബദ്ധതയാണ്. പദ്ധതികൾ നടപ്പാക്കുന്നതിലും സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലും വികസനത്തിനുള്ള ഭരണ സംവിധാനം പ്രതിജ്ഞാബദ്ധമാണ്. 4 വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ വ്യക്തികളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സഫലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വികസന ഭരണം. ഇതിൽ ഭരണ സംവിധാനത്തിന് ജനങ്ങളുടെ അടുത്ത ബന്ധമുണ്ടായിരിക്കണം. രാഷ്ട്രീയ നേതൃത്വവുമായി വികസന ഭരണ സംവിധാനത്തിന് ബന്ധമുണ്ടായിരിക്കണം. എന്തെന്നാൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാട് ഉത്ഭവിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നാണ്. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ബ്യൂറോക്രസി? ബ്യൂറോക്രസിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏതു തരം ഗവൺമെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ബ്യൂറോക്രസി. രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റത്തിന്റെ പ്രതിഫലനമായി ഗവൺമെന്റിന്റെ പ്രവർത്തന മേഖല അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആധുനിക രാഷ്ട്രങ്ങളെല്ലാം ക്ഷേമരാഷ്ട്രങ്ങളായതുകൊണ്ട് വിവിധതരം ചുമതലകളാണ് ഗവൺമെന്റുകൾ നിർവഹിക്കുന്നത്. ബ്യൂറോക്രസി എന്ന് വിളിക്കുന്ന വിദഗ്ധരായ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ ദീർഘകാലം സർവീസിലിരിക്കുന്നതിനാൽ ഭരണപരിചയം അവർക്ക് കൂടുതലായിരിക്കും. ആധുനിക ജനാധിപത്യ ഗവൺമെന്റുകളിൽ രാഷ്ട്രീയക്കാരായ മന്ത്രിമാരാണ് വകുപ്പ് തലവന്മാർ. ഉദ്യോഗസ്ഥർ വകുപ്പുകളുടെ ഭരണത്തിൽ നിർണായക പങ്കുവയ്ക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഗവൺമെന്റുകൾ മാറി വരുന്നതിനാൽ നയങ്ങളുടെ തുടർച്ച നിലനിർത്തുന്നത് ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി ഗവൺമെന്റിന്റെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗമാണ്. രാഷ്ട്രീയ കാര്യനിർവഹകരെ തെരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക കാലയളവിലേക്കാണെങ്കിൽ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്യുന്നത് വരെ സർവീസിൽ തുടരുന്നു. അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫക്റ്റ് ഓഫ് ബ്യൂറോക്രസി? ബ്യൂറോക്രസിയുടെ പോരായ്മ എന്തൊക്കെയാണെന്നതാണ്. ഹൗ ബ്രിട്ടൻ ഈസ് ഗവേർഡ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ റാംസെ മ്യൂർ പറയുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി മാത്രമാണ് ബ്യൂറോക്രസി സൃഷ്ടിക്കപ്പെട്ടില്ല. ഇത് അവർ മറക്കുകയോ സ്വയം യജമാനരായി തീരുകയോ ചെയ്താൽ യഥാർത്ഥ വിപത്തായിരിക്കും. ജനകീയ ആവശ്യങ്ങളോടും ആഗ്രഹങ്ങളോടുള്ള ബ്യൂറോക്രസിയുടെ താല്പര്യമില്ലായ്മയാണ് പ്രധാന ന്യൂനത. ബ്യൂറോക്രസി പൊതുജന താല്പര്യത്തിന്റെ സംരക്ഷകനായി സ്വയം മാറുകയും പൊതു താല്പര്യങ്ങൾ സ്വയം വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. 2ാമത്തെ ന്യൂനത റെഡ് ടാപ്പിസം അഥവാ അനാവശ്യമായ ഔപചാരികതയാണ്. ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും ബ്യൂറോക്രസി അമിത പ്രാധാന്യം നൽകുന്നുണ്ട്. സ്വാഭാവികമായും അത് അനാവശ്യമായ കാലതാമസം ഉണ്ടാക്കുന്നു. സമൂഹത്തെ സേവിക്കുന്നതിനാണ്
നിബന്ധനകളും ചട്ടങ്ങളും ഉണ്ടായിരിക്കുന്നുവെന്ന് അവർ വിസ്മരിക്കുന്നുണ്ട്. ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുകയും ചെയ്യുന്ന ജോലിയുടെ വ്യാപ്തി കുറഞ്ഞു വരികയും ചെയ്യുന്നു എന്നാണ് മൂന്നാമത്തെ ദോഷം. പ്രകൃതാലുള്ള അധികാരമോഹം ബ്യൂറോക്രസിയുടെ ദോഷമാണ്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടന്റ് ആൻഡ് റൂൾ ഓഫ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ സ്ഥാനവും പ്രാധാന്യവും വിശദീകരിക്കാനാണ്. സാമൂഹ്യ പരിവർത്തനത്തിനും ആധുനികവൽക്കരണത്തിനും ആസൂത്രണത്തിനും സാമ്പത്തിക പുരോഗതിയുള്ള ഒരു ഉപാധിയാണ് ബ്യൂറോക്രസി. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ബ്യൂറോക്രസി സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള ബോധം അതിനുണ്ടായിരിക്കണം. നയരൂപീകരണത്തിലും അത് നടപ്പിലാക്കുന്നതിലും ബ്യൂറോക്രസി മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ, അതായത് മന്ത്രിമാർ, സാധാരണ വ്യക്തികളായതുകൊണ്ട് സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ബ്യൂറോക്രസി ഒരു വിദഗ്ധ സംഘമായതുകൊണ്ട് ഒരു തരം ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നയരൂപീകരണത്തിന് മന്ത്രിമാരെ എപ്പോഴും അവരെ ആശ്രയിക്കുന്നു. നയരൂപീകരണം സംബന്ധിച്ച വിശദാംശങ്ങൾ, വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഉപദേശങ്ങൾ അവർ മന്ത്രിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിയമനിർമ്മാണ രംഗത്തും ബ്യൂറോക്രസി മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. നിയമനിർമ്മാണ ബില്ലുകൾ അതിന്റെ കരട് രൂപത്തിൽ അംഗീകരിക്കുകയും ബ്യൂറോക്രസി വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണപരമായ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയും കൂടുതൽ ശാസ്ത്രീയവും സങ്കീർണവും സാങ്കേതികമായി കൊണ്ടിരിക്കുകയാണ്. നിയമസഭ അംഗീകരിക്കുന്ന ബില്ലുകൾ നടപ്പാക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങളും നിയമവിലകൾ ബ്യൂറോക്രസി തയ്യാറാക്കുന്നു എന്നാണ് നിലവിലുള്ള രീതി. ഇത് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ എന്നാണ് പറയുന്നത്. 9 ധനകാര്യ ഭരണത്തിന്റെ മണ്ഡലത്തിലും ബ്യൂറോക്രസി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധരായ ബ്യൂറോക്രസികളാണ് വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. പാർലമെന്റ് ഇച്ഛക്കനുസരിച്ച് നിയമനിർമ്മാണ സഭ അംഗീകരിച്ച രീതിയാണ് പണം ചെലവഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതും ബ്യൂറോക്രസിയാണ്. ഓരോ വകുപ്പിനും അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള അനേകം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉന്നത സ്ഥാനത്തുള്ള ബ്യൂറോക്രാറ്റുകളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ പദവി അവരുടെ അധികാരശക്തി ഗണ്യമായി വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ ഭരണത്തിൽ ബ്യൂറോക്രസി അതിപ്രധാനമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയവും സ്ഥിരപരമായ എക്സിക്യൂട്ടീവുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? അതിൽ ഒന്നാമത്തെ, രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ കാലാകാലങ്ങളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. അവരുടെ ഔദ്യോഗിക കാലാവധി നിയമസഭാംഗം കൊണ്ട് പിന്തുണയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവുകൾ പെൻഷൻ പ്രായം വരെ സ്ഥിരമായി ഔദ്യോഗിക പദവി തുടർന്നു. രാഷ്ട്രീയക്കാരും സാധാരണ വ്യക്തികളുമാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്. എന്നാൽ സ്ഥിര എക്സിക്യൂട്ടീവുകൾ ഭരണപരിചയമുള്ളവരും വിദഗ്ധരുമായ സിവിൽ ഉദ്യോഗസ്ഥർ അഥവാ ബ്യൂറോക്രാറ്റുകളാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. 3 രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളും ബ്യൂറോക്രസിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. 4 രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകൾ, അതായത് മന്ത്രിമാർ, രാഷ്ട്രീയക്കാരും സാധാരണ വ്യക്തികളുമായതിനാൽ വകുപ്പ് കാര്യങ്ങളിൽ ശരിയായ അറിവുണ്ടായില്ല. മന്ത്രിമാർ നയ രൂപീകരണത്തിന് എപ്പോഴും ബ്യൂറോക്രാറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. 5 മന്ത്രിമാർക്ക് കീഴിലാണ് ബ്യൂറോക്രാറ്റുകൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും ഭരണകാര്യങ്ങളിലുള്ള പരിചയത്തിന്റെയും അറിവിന്റെയും അഭാവം കാരണം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ മന്ത്രിമാർക്ക് കഴിവുണ്ടാവില്ല. 6 വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരാണ് മന്ത്രിമാർക്ക് ഉപദേശം നൽകുന്നത്. മന്ത്രിമാർ നിയമനിർമ്മാണ സഭയിൽ നൽകുന്ന ഉത്തരങ്ങൾ തയ്യാറാക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്. മന്ത്രിമാരുടെ പ്രസംഗങ്ങൾ പോലും എഴുതിയുണ്ടാക്കുന്നതും അവരാണ്. ഏഴാമത് പറയുന്നത് സർക്കാരിന് തീരുമാനമെടുക്കുന്ന പ്രക്രിയയാണ് ബ്യൂറോക്രസി. ഭരണകക്ഷി ഇടക്കിടക്ക് മാറിയെങ്കിലും ഉദ്യോഗസ്ഥ സംവിധാനം മാറ്റമില്ലാതെ തുടരും. അതിനാൽ ബ്യൂറോക്രാറ്റുകളും എപ്പോഴും നിഷ്പക്ഷ പുലർത്തേണ്ടി വരും. എല്ലായ്പ്പോഴും സർക്കാർ തീരുമാനങ്ങൾ അനുസരിക്കേണ്ടി വരുമെന്നാണ്. 8ാമത് പറയുന്നത് ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും ഉദ്യോഗസ്ഥർ സർക്കാരിനെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അവർ സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കണം. രാഷ്ട്രീയനിഷ്പതയില്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് തുടർച്ചയുണ്ടാവില്ല. രാഷ്ട്രീയം പക്ഷപാതപരമായ നിലപാടെടുത്താൽ മാറിവരുന്ന സർക്കാരുകളെ സത്യസന്ധമായി സേവിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. 9 ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നിഷ്പക്ഷമായ രാഷ്ട്രീയ നിലപാട് വേണമെന്ന സങ്കല്പം ആധുനിക ലോകത്ത് കാണാൻ കഴിയില്ല. പൊതുനയ രൂപീകരണത്തിൽ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിമാരെ എളുപ്പത്തിൽ സ്വാധീനിക്കാം എന്നാണ്. യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. 10 സാധാരണയായി പ്രശ്നപരിഹാരത്തിൽ ജനങ്ങൾ ഉദ്യോഗസ്ഥരെയാണ് സമീപിക്കുന്നത്. ഉദ്യോഗസ്ഥർ പൊതുപ്രശ്നങ്ങൾ രാഷ്ട്രീയ നേതൃത്വമായി ചർച്ച ചെയ്യുന്നു. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും തങ്ങളുടെ വ്യക്തിപരവും രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ ചൂഷണം ചെയ്യുന്നുണ്ട്. 11 കൂട്ടുകക്ഷി ഭരണത്തിന്റെ ഫലമായി മന്ത്രിസഭയിൽ അടിക്കടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് മറ്റൊരു പ്രശ്നം. അത് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷം സൃഷ്ടിക്കുന്നു. നയങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നതിലും സർക്കാരിന്റെ സ്ഥിരതയിലും ആയിരിക്കും ബ്യൂറോക്രസിക്ക് താല്പര്യം.
12 രാഷ്ട്രീയ എക്സിക്യൂട്ടീവുകളും സ്ഥിരം എക്സിക്യൂട്ടീവും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കുന്നതിന് ആവശ്യമായ ചില തത്വങ്ങൾ ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നയരൂപീകരണ പ്രക്രിയയിൽ മന്ത്രിമാർ ഉദ്യോഗസ്ഥ വർഗവുമായി തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. നയത്തിന്റെ കാര്യത്തിലായാലും ഭരണത്തിന്റെ കാര്യത്തിലായാലും അവസാന വാക്ക് മന്ത്രിമാരുടെയാണ്. പക്ഷേ മൊത്തം ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബ്യൂറോക്രസിയാണ്. 13 മന്ത്രിയെ ഉപദേശിക്കലാണ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ ചുമതല. മന്ത്രിമാർ തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കേണ്ട സെക്രട്ടറി ചുമതലയാണ്. അതിലെ പുരോഗതിയെക്കുറിച്ച് മന്ത്രിക്ക് സെക്രട്ടറി റിപ്പോർട്ട് നൽകണം. നെക്സ്റ്റ്, മന്ത്രിയുമായി നടത്തുന്ന ചർച്ചകളുടെ റെക്കോർഡ് സെക്രട്ടറി സൂക്ഷിക്കണം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം എഴുതി വെക്കണം. നിർഭയകരമായി പ്രവർത്തിക്കാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥരുടെ ദൈനംദിന ഭരണങ്ങളിൽ മന്ത്രിമാർ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കുന്നതോടെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ മൊത്തം ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. വർഷം മുഴുവൻ അവസാനത്തെ ക്ലാസ്സും കഴിഞ്ഞതാണ്. എല്ലാ ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മലയാളത്തിലുള്ള എല്ലാ വിഷയങ്ങളുടെ ഗൈഡുകൾ ലഭിക്കാൻ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മുടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സോടുകൂടി ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് മൊബൈലിൽ പരീക്ഷ എഴുതണം താല്പര്യമുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.